അമ്മ എന്ന സ്ഥാനം ഒരാൾക്ക് മാത്രം. വഴിയിൽ കാണുന്നവരെയോ മറ്റുള്ളവരെയോ ഒക്കെ അച്ഛ അമ്മ എന്ന് വിളിക്കാനാവില്ല. ദിയാകൃഷ്ണ കഴിഞ്ഞ ദിവസം വീണ്ടും അതാ വിളമ്പിയിട്ടുണ്ട് കേട്ടോ. ഒന്നൊന്നര വിളമ്പല വിളമ്പിയിട്ടുള്ളത്. ഞങ്ങളെ പോലുള്ള യൂട്യൂബർമാർക്കുള്ള വെറും കണ്ടന്റ് ആണ് അത്ര എച്ചില് പോലെ ഇട്ട് തന്നിട്ടുള്ളത്. സ്വന്തം കുഞ്ഞു വളർന്നു വലുതാവുന്നുണ്ട്, അവൻ പോലും മറ്റൊരാൾ അമ്മ എന്ന് വിളിച്ചു കഴിഞ്ഞ അവനെ കൊണ്ട് ഞാൻ തിരുത്തുമെന്ന് പറഞ്ഞ വ്യക്തിയാണെന്നുള്ളതാണ്. അപ്പൊ പിന്നെ ഉളുപ്പ് കുറച്ച് കുറവായിരിക്കുമല്ലോ. പിന്നെ ഈ വിഷയത്തിൽ ദിയാകൃഷ്ണ എന്തെങ്കിലും ഒരു മാപ്പൊക്കെ പറയുന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനും ഒന്നുകൂടി പോയി നോക്കിയത്. കാരണം എന്താ വെച്ചാൽ കൃഷ്ണകുമാറിന്റെ മക്കളല്ലേ, വലിയ മൂല്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന ആളുകളല്ലേ, അപ്പൊ അതിന് അങ്ങനെ കുരന്ന് ഉണ്ടാവുമല്ലോ എന്നുള്ള ധാരണയിൽ പോയതാ. സംഭവം ഉണ്ട് എന്നുള്ളതാണ്. എന്താന്ന് വെച്ചാലേ നിങ്ങളിപ്പോ സൈഡിൽ കാണുന്നുണ്ടാവും, അതായത് നോ മാറ്റർ വാട്ട് ഐ വിൽ ഫോർവേഡ് സ്റ്റിക്ക് ഓൺ ടു മൈ ഒപ്പീനിയൻസ് ബിക്കോസ് ഐ ഹാവ് എ സ്പെയിൻ അതിന്റെ മലയാളം പറയല്ലോ എന്തിനാ വെറുതെ. അപ്പൊ എന്താ സംഭവിച്ച എനിക്ക് നട്ടലുള്ളത് കൊണ്ട് തന്നെ ഞാൻ എന്റെ അഭിപ്രായത്തിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നുള്ളൊരു കാര്യമാണ് അവർ അതിലൂടെ പറയുന്നത്. എന്നെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നവർക്കും പിന്നെ മറ്റുള്ള ആളുകളൊക്കെ ഞാൻ ആരാണെന്ന് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് പിന്നെ എനിക്ക് മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഇറങ്ങിപ്പോയ സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഉണ്ടല്ലോ, അവരൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുന്നത്. ഇതിൽ ഏറ്റവും മനോഹരമായി എഴുതി മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോ ഭർത്താവിന്റെ അമ്മയെ റെസ്പെക്ട് ചെയ്യുന്നില്ല, അമ്മ എന്ന് വിളിക്കുന്നില്ല എന്ന് പറയുന്നതല്ല ആദ്യത്തെ പ്രശ്നം. അപ്പൊ വേറൊരു സാധനം കൂടി, ഒരു ഉടുപ്പില്ലാതെന്ന് പറഞ്ഞ കാര്യമാണ്. അതായത് ബിസിനസ് പരമായിട്ട് സാമ്പത്തികമായിട്ട് എന്റെ ഭർത്താവിന്റെ ഫാമിലിയെ നന്നായിട്ട് സഹായിക്കുന്നുണ്ട്, അതുകൊണ്ട് അവരിതൊക്കെ സഹിച്ചോളും എന്നാ പറയുന്നത്. എന്താല്ലേ ആ ചെക്കൻ ഇവിടെ തന്നെ കടിച്ചു തോന്നിക്കേണ്ട എന്ത് കാര്യമുള്ളത്. അതും കൂടാതെ മറ്റൊരു സ്റ്റോറിയും കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ സ്റ്റോറിയിൽ പറഞ്ഞ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അത്ര ആരാധിക്കുന്ന ഒരു ആരാധിക തനിക്കൊരു മെസ്സേജ് അയച്ചു. ആ മെസ്സേജാണ് നിങ്ങളിപ്പോ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് നിങ്ങൾ നിങ്ങളുടെ വീട്ടുകാരെ എന്ത് വേണമെങ്കിലും വിളിച്ചോ, അതൊന്നും ഒരു കുഴപ്പമുള്ള കാര്യമില്ല. പക്ഷെ ഭർത്താവിന്റെ അമ്മായിയമ്മ അത് നിങ്ങൾ ഇഷ്ടമുള്ള വിളിച്ചോ, അമ്മായിയമ്മ അമ്മാന്നാ മീനമ്മാന്നാ, ഇനിയിപ്പോ ഒന്നും വിളിച്ചില്ലെങ്കിൽ ആന്റിന്ന് വിളിച്ചാലൊന്നും കുഴപ്പമില്ല. പക്ഷെ അച്ഛനും അമ്മയൊന്നും ഇല്ലാത്ത നിങ്ങൾ ആരെ വേണമെങ്കിലും എന്ത് വിളിച്ചോ എന്ന് ആ ചേച്ചിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. അപ്പൊ ആ ഒരു സാധനം അന്ന് മാറ്റി പറയായിരുന്നില്ലേ, മോശമല്ലേ എന്ന് പറഞ്ഞപ്പോ അത് മാത്രം പിൻ ചെയ്തിട്ട് അവരൊരു പോസ്റ്റ് ഇട്ടു, ഒരു സ്റ്റോറി ഇട്ടു. അതാണ് ഇപ്പൊ നിങ്ങൾ സൈഡിൽ കാണുന്നത്. അതായത് എന്റെ ബ്ലോഗിൽ ചില ആളുകൾക്ക് ചെറിയൊരു സങ്കടം തോന്നി ഞാൻ അങ്ങനെ പറഞ്ഞ വാക്കുകൾ കൊണ്ട്, എന്നാലും ഞാൻ എന്റെ വാക്കുകളിൽ ഉറച്ചു നിൽക്കുന്നു. നിങ്ങൾക്ക് അങ്ങനെ വിഷമം തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. ഓഹ്, അങ്ങനെയെങ്കിലും ഒരു ക്ഷമ ചോദിച്ചല്ലോ, വലിയൊരു സംഭവമാണ് കേട്ടോ. അങ്ങനെയെങ്കിലും ക്ഷമ ചോദിക്കുക എന്ന് പറയുമ്പോൾ പിന്നെ ഇപ്പോഴും ഉണ്ട് കേട്ടോ ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകൾ. എന്തുണ്ട കണ്ടിട്ടാണെന്ന് എനിക്കൊരു പിടുത്തമില്ല. ഇനിയിപ്പോ അശ്വിനുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് കമന്റ് മൊത്തം കിടക്കുന്നത്. അവനൊരു മൊണ്ണയാണ് എന്ന രീതിയിലൊക്കെയാണ് ആളുകൾ കമന്റ് ചെയ്യുന്നത്. അതിനെ ഊട്ടി ഉറപ്പിക്കാൻ കഴിയുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. കുറച്ച് ഇന്റർവ്യൂവിന്റെ കഷ്ണങ്ങളാണ്. ഇവൻ എന്തിനാണ് ഇങ്ങനെ ഒരു നാണവും മാനമില്ലാതെ പിടിച്ചു നിൽക്കുന്നത് എന്നൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത്. ഒരാളുകളുടെ വീട്ടിലത്തെ കാര്യങ്ങളല്ലേ നമ്മൾ എന്തിനാ അതൊക്കെ നോക്കുന്നതെന്ന് ചോദിക്കുന്ന ആളുകളോട് സോഷ്യൽ മീഡിയയിൽ വരുന്ന വീഡിയോസ് ആണ് എടുത്ത് റിയാക്ട് ചെയ്യുന്നത്. ഞാൻ അലമാരെ പോയിട്ട് കുത്തിപ്പൊളിച്ചിട്ടൊന്നും എടുത്തിട്ടല്ല അത് ചെയ്യുന്നിട്ടാ. അത് ആദ്യം മനസ്സിലാക്കുക. വീഡിയോ ഒന്ന് കണ്ടോക്കിയേ. രാവിലെ എനിക്ക് ഇഷ്ടമല്ല, ഞാൻ 12 മണി ഉറങ്ങും. ആര് വന്ന് ബെല്ലടിച്ചാലും ബെല്ലടി കേൾക്കുന്നത് ഞാനാ. ഇവ ഒരിക്കലും ആ ബെല്ലടി പറ്റില്ല. എനിക്ക് ഒരാൾ നോക്ക് ചെയ്താൽ പോലും ഡോറിൽ ഹാളിൽ അവിടെ നോക്കി ഞാനത് അറിയും. എനിക്കത് ഭയങ്കര പ്രശ്നമാണ്. ഞാൻ എണീക്കും, ഞാൻ അപ്പൊ തന്നെ പറയും ഡോറിൽ ആരും ഉണ്ട് പൊക്കോ എന്ന് പറയും. അവ അപ്പ എണീച്ചു പോയി ഡോറ് തുറന്ന് എല്ലാം ഹാൻഡിൽ ചെയ്യും. ചില സമയത്തൊക്കെ കരഞ്ഞോണ്ടാണ് പോകുന്നത്, സന്തോഷത്തോടെ അല്ല കരഞ്ഞോണ്ടാണ് പോകുന്നത്. പക്ഷെ എന്നാലും പോവും. ആ ഒരു കാര്യം അത് ഞാൻ അപ്രീഷിയേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പൊ ഞാൻ ഇവന് വേണ്ടി എണീച്ചിരിക്കുന്ന പോലെ ഇവൻ കുറെ പ്രാവശ്യം എനിക്ക് വേണ്ടി എണീച്ചിരുന്നിട്ടുണ്ട്. അതുണ്ട്, എനിക്ക് വേണ്ടി എണീച്ചിരുന്നിട്ട്. ആ വാക്ക് എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് കൊണ്ടുപോട്ടോ. അതായത് ആ കുഞ്ഞുണ്ടാവുന്നത് ഇപ്പൊ ഇവന്റെ മാത്രം ആവശ്യം പോലെയാണ് എനിക്ക് തോന്നിയത്. അന്ന് എനിക്ക് വേണ്ടിയിട്ട് അവൻ ഉണർന്നു, ഇന്ന് അവന് വേണ്ടി ഞാൻ ഉണരുന്നു എന്നൊക്കെ പറയുന്നത് എന്തുണ്ട്, എനിക്ക് പിടുത്തം കിട്ടില്ല. എന്തായാലും റെസ്പെക്ട് അത് കൊടുത്തിട്ട് തിരിച്ചു വാങ്ങാനുള്ളതാണ്. പക്ഷെ ഇവരുടെ വാക്കുകൾ കേൾക്കുമ്പോൾ ഈ പയ്യന് യാതൊരു വോയിസും ഇല്ല. കമന്റ് ബോക്സ് കിടക്കുന്ന പോലെ ഒരു വോയിസും ഇല്ലാത്ത പോലെയാണ് പലപ്പോഴും തോന്നുന്നത്. നീ ഊട്ടി ഉറപ്പിച്ചിട്ടൊന്ന് കാണിച്ചു തരണോ എന്റെ പൊന്നെ. നിങ്ങളുടെ മക്കളോ വീട്ടിലെ ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും ഒരു പ്രോഗ്രാമിനൊക്കെ പോയി എന്തെങ്കിലുമൊക്കെ ഒരു പ്രൈസും കാര്യങ്ങളും കിട്ടിയെന്ന് കൂട്ടുക, അതുമായി വീട്ടിൽ വന്നാൽ നിങ്ങൾ ഏത് രീതിയിലാണ് പെരുമാറുക? ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് അതിനെക്കുറിച്ച് കൂടുതൽ ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിക്കില്ലേ? ഇതൊന്ന് കണ്ടോ ചേക്കൻ്റെ ഒരു അവസ്ഥ പരിതാപകരം. ഭൂമി ആരാത്? പിന്നെ മറ്റേത് കളിച്ചോ? എന്ത് കിട്ടി?
ക്ഷണിക്കാത്ത കല്യാണത്തിന് പോയ ഒരു ഫീൽ അവനെ കാണുമ്പോ. ഒരു വിലയും കൽപ്പിക്കുന്നില്ല ഒരാളും. 2 ട്രോഫി ആയിട്ടാ വന്നിട്ടുള്ളത്. എന്താല്ലേ, ആർക്കും ഒരു വിലയില്ല. എങ്ങനെ നാണം കെട്ടിട്ട് ഇതിനവിടെ നിൽക്കണമെന്നൊക്കെ കമന്റ് ഇട്ടെ. എനിക്ക് അഭിപ്രായം ഒന്നും ഇല്ല കേട്ടോ. അങ്ങനെ അവന്റെ താല്പര്യമാണ്. പക്ഷെ കമന്റ് ബോക്സിൽ കിടക്കുന്നത് പറയാതിരിക്കും കളി. ഇൻസ്റ്റാഗ്രാമിൽ കണ്ടൊരു ക്ലിപ്പാണിത്. അതിലിപ്പോ കൂടുതൽ ഇങ്ങനത്തെ വീഡിയോസാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഈ വിഷയം കത്തി നിൽക്കല്ലേ. ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് കയറി കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഇപ്പൊ സജഷനിൽ വരുന്ന സാധനം ഞാൻ കണ്ടപ്പോ സങ്കടം തോന്നി എന്നുള്ളതാണ്. ഒരാൾ ട്രോഫിയൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ക്യൂരിയോസിറ്റിയോട് കൂടി എന്തെങ്കിലുമൊക്കെ ചോദിക്കും. എന്താ കഴിച്ച്? കഴിച്ചാ? കഴിച്ച്. എന്താണ് മോനെ എനിക്കൊരു എനർജി ഇല്ലാത്ത? ഒന്നുമില്ല, ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ എന്നാണ് നാളെ നീ പറയാ കേട്ടോ. കൊള്ളാം, നല്ല അടിപൊളി ഫാമിലി. ഇവരെയാണ് പൊക്കി നടക്കുന്നത് ഓരോ ആളുകൾ. കഴിഞ്ഞില്ല. അശ്വിൻ, ലൈഫ് ലോങ് ഫുഡിന്റെ കാര്യം പറയുമ്പോൾ കറക്റ്റ് തന്നെ. ലൈഫ് ലോങ് ഒരൊറ്റ ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റൂ. അങ്ങനെയാണെങ്കിൽ കഴിക്കുന്ന ഒരു ഡിഷ്, ഒരു ഫുഡ് ഐറ്റം ഞാൻ എഴുതട്ടെ? അറിയാട്ടോ, ആള് വേഗം സ്പെൽ ചെയ്തിട്ടുണ്ട്. അല്ല, ഇതാണെന്ന് തോന്നുന്നേ. എന്താണ് എഴുതിയേ? ചോറും രസവും പൊട്ടറ്റോ ഫ്രൈ, പിന്നെ അവന്റെ അമ്മയുടെ അച്ചാറ്, അതൊക്കെ തന്നെ. പിന്നെ അവന്റെ അമ്മയുടെ അച്ചാറ്, അതൊക്കെ തന്നെ. ഭർത്താവിന്റെ ഒരു ഇഷ്ടമാണ് എഴുതി വെച്ചത്. പക്ഷെ ഭർത്താവ് എഴുതിയതും കൂടി നിങ്ങൾ കാണണം കേട്ടോ. എന്തൊരു മനപ്പൊരുത്തം. ഞാൻ എഴുതിയത് വെജ് ഫ്രൈഡ് റൈസും ചില്ലി സന്തോഷ്. എനിക്കിപ്പോ അതാ ഇഷ്ടം. അതാണ്. പക്ഷെ താരെ ഞാൻ പറയട്ടെ, ഇവ എവിടെ പോയി ഞാൻ കഴിച്ചോളാം. ഞാൻ പറയട്ടെ, ഇവ എവിടെ പോയി, ഏത് നാട്ടിൽ പോയി, എന്ത് കഴിച്ചില്ല. ഇപ്പൊ എന്റെ വീട്ടിൽ പോയി ഇവ ഒരു 5 ദിവസം അടുപ്പിച്ച് അവിടുത്തെ ഫുഡ് കഴിച്ചാൽ ഇവൻ പറയും, എനിക്ക് എന്റെ വീട്ടിൽ പോകണം, എനിക്ക് എന്റെ ചോറും രസവും ഒക്കെ എന്റെ അമ്മ ഉണ്ടാക്കുന്ന കഴിച്ചില്ലെങ്കിൽ ശരിയാകും. അല്ല, മീനമ്മ എന്ന് പറയായിരുന്നു കേട്ടോ. ഇപ്പത്തെ ആൾക്കാർ കാണുമ്പോ അയ്യോ ഇതിൽ അമ്മ എന്നൊക്കെയുള്ള വിളിക്കുന്നത്, മീനമ്മ എന്നൊന്നും പറഞ്ഞില്ല എന്ന് ഭയങ്കര സങ്കടാവും ആൾക്കാർക്ക്. ഇങ്ങനെ സപ്പോർട്ട് ചെയ്യപ്പോഴും ആൾക്കാരുണ്ടല്ലോ, അവർക്ക് സങ്കടാവും. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. കഴിഞ്ഞില്ലേ കേട്ടോ. ഇനി എക്സ്, കുറെ ആളുകൾ മറന്നിരിക്കുക എക്സിനല്ലേ. ആ എക്സിന്റെ ഒരു പഴയ ഇന്റർവ്യൂ ആണ് സോഷ്യൽ മീഡിയ കിടക്കുന്ന വീഡിയോ കേട്ടോ. അത് കാരണം എടുത്ത് റിയാക്ട് ചെയ്യുന്നത് എക്സുമായി ബന്ധപ്പെട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങളത് കണ്ടോക്കിയേ ഇന്റർവ്യൂ. വീട്ടുകാരെ പേടിയുള്ളവരാണ് 101% ഞാൻ. പിന്നെ വീട്ടുകാരെ പേടിയില്ല, പിന്നെ എന്നെ മാത്രം പേടി. ആവശ്യമില്ല, ഞാൻ ഡാൻസ് കളിക്കുന്നു, കഴിച്ച ഫുഡ് അങ്ങ് പോകുന്നു. ബാഡ്മിന്റൺ കളിക്കുന്ന സമയത്തൊക്കെ എന്റെ പറയും, പക്ഷെ ഒരു 3000 സോറി ടൈപ്പ് അയക്കുന്നത്. ഫ്രണ്ട്സ് ഒക്കെ സോറിയാ എന്റെ പട്ടി പറയും, ഇന്നൊരു വെക്കും. എന്നൊരു ദിലീപ് ഉണ്ടല്ലോ കല്യാണം വീണ്ടും വിളിക്കത്തില്ല, ചുരുട്ടി ആ ഒരു അവസ്ഥയാണ് ഇവൻ. എല്ലാവരും എന്ത് വിചാരിച്ചു, കിച്ചുചാടും എന്തൊരു നല്ലവനെ ഭൂലോക തെറ്റ് ചെയ്തിട്ടിരിക്കുന്നത് വെറും ഫ്രോഡാണ്. പക്ഷെ ആ സമയത്തും വളയ്ക്കുന്നുണ്ടായിരുന്നു. അന്ന് ഇവര് പല്ല് വരെ പൊട്ടിക്കിടക്കുന്നത്. അപ്പൊ അത് ആർട്ടിഫിഷ്യൽ പല്ലാണ്, വീട്ടിൽ 5 എണ്ണം ആർട്ടിഫിഷ്യൽ. ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തിട്ടുള്ളത് ആരാണ്? അത് ചോദ്യോട് ഉദിക്കുന്നില്ല. അവളൊരു കോടീശ്വരനെ പിടിച്ചു വെച്ചോണ്ടിരിക്കുന്നു. എന്തൊരു മനപ്പൊരുത്താണല്ലേ. അതിലും അവൻ കുറച്ച് സ്ട്രോങ് ആണ്, എന്നാലും സംസാരിക്കാൻ അവസരം വല്ലാണ്ട് കിട്ടുന്നൊന്നുമില്ലല്ലേ. ഈ വീഡിയോ ഒന്ന് കണ്ടോക്കെ. ഐ വാസ് ഓൾമോസ്റ്റ് ഓൾവേസ് ഇൻസെക്യൂർ ബിക്കോസ് എന്റെ കൂടെ നിൽക്കുന്നവരെ ഓൾവേസ് വേറെ പെണ്ണുങ്ങളായിരുന്നു നോക്കുന്നത്. I had a huge crush on him. ഇപ്പൊ എന്തിനും കൈ കഴിക്കുന്നവന് he'll hold everything. എന്നോട് പറയും നീങ്ക വന്നാ മട്ടും പോതുങ്ക. എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് എന്റെ ഫ്രണ്ട്ഷിപ്പിന് വേണ്ടി എന്റെ കൂടെ നിൽക്കുന്ന ആളാ. അല്ലാതെ എന്നെ വേറൊന്നും കണ്ടിട്ടൊന്നുമല്ല. എന്താ ചെയ്യ, ഇങ്ങനൊക്കെ ത്യാഗം ചെയ്യുന്ന ആൾക്കാരെ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ടാണ് കൂടെ നിൽക്കുന്നത്, വേറെ ഒന്നും കണ്ടിട്ടല്ല എന്നൊക്കെ പറയുമ്പോ അല്ലെ നമുക്കൊരു സഹതാപമൊക്കെ തോന്നുന്നുണ്ട് അല്ലെ. സ്വന്തം ഇഷ്ടങ്ങളൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ആ പയ്യൻ അവിടെ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത്. ഏതൊരു ഇന്റർവ്യൂ എടുത്ത് നോക്കിയാലും ഏതൊരു വ്ളോഗ് എടുത്ത് നോക്കിയാലും കാണാൻ കഴിയും, മിണ്ടാൻ പറ്റാതെ മൂലയിൽ സംസാരിക്കാൻ അവസരം പോലും കൊടുക്കാതെ ചെക്കൻ്റെ സൈഡിൽ ഇരുത്തിയിട്ടുണ്ടാവും. കുറെ വീഡിയോസ്, ഇഷ്ടം പോലെ വീഡിയോസിൽ കിടക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ റെസ്പെക്ട് എന്നുള്ള സാധനം അത് എല്ലാവർക്കും കൊടുക്കണം. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട് എന്നാണല്ലോ. ചില ആളുകൾ അടിമകളെ പോലെ ആയിരിക്കും, ചില ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊടുത്താലേ കിട്ടൂ എന്നുള്ളൊരവസ്ഥയിൽ നിൽക്കുന്ന ആളുകളായിരിക്കും. എന്തൊക്കെയായാലും ദിയാകൃഷ്ണ ആ സ്റ്റേറ്റ്മെന്റിൽ പുതിയൊരു ആഡ് ഓൺ ചെയ്തിരിക്കുകയാണ്. ചില ആളുകൾക്ക് സങ്കടം തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് സോറി പറയാൻ തോന്നുന്നു എന്നാ പറയുക. അതായത് സോറി പറയാൻ തോന്നുന്നു എന്നൊരു സാധനം പറഞ്ഞിട്ടുണ്ട്. കൊള്ളാം, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സോറി കിട്ടിയല്ലോ അല്ലെ. വഴി കാണുന്നവരെ അമ്മ എന്ന് വിളിക്കാൻ പറ്റില്ല. എന്റെ മകൻ വളർന്നു വലുതാവുമ്പോൾ എന്നെ അല്ലാതെ മറ്റൊരാൾ അമ്മ എന്ന് വിളിച്ചാൽ ഞാനത് തിരുത്തി കൊടുക്കും. എങ്ങനെ എന്തൊക്കെ സ്റ്റേറ്റ്മെന്റുകളാണ്. ഇപ്പോഴും കടിച്ചു തൂങ്ങി സപ്പോർട്ട് ചെയ്ത് ഒരുപാട് ആളുകൾ നിൽക്കുന്നുണ്ടല്ലോ. അതിന് വലിയൊരു പുണ്യമായിട്ടാട്ടോ ഞാൻ കാണുന്നേ. കാരണം നമ്മൾ യൂട്യൂബിൽ ഉണ്ടാക്കുന്ന പൈസ ഒന്നും ഒരു വാല്യൂ ഇല്ലാത്ത പൈസ, അവരുണ്ടാക്കുന്ന ഈ പൈസ ഒക്കെ നല്ല വാല്യുബിൾ ആയിട്ടുള്ള പൈസ, മദേഴ്സ് ഡേയിലൊക്കെ കൊടുക്കാൻ കഴിയുന്ന നല്ല മെസ്സേജ് കൊടുത്തിട്ട് വാങ്ങുന്ന പൈസ.
കൊള്ളാം. ഞാൻ ആ വീഡിയോയിലൂടെ ലക്ഷ്യമിടുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മക്കൾക്ക് നല്ല മൂല്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് കൊടുക്കുക എന്നുള്ള ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുക മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ഇപ്പൊ ഈ വീഡിയോ റിയാക്ട് ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവരുടെ സ്റ്റോറി ഒന്ന് കാണാൻ പോയ സമയത്താണ് അടിയിൽ ഒരുപാട് വീഡിയോസ് ഇങ്ങനെ പഴയത് കിടക്കുന്നത് കാണുന്നത്. അപ്പൊ അതൊന്ന് നോക്കിയപ്പോ എനിക്ക് തോന്നി, പല ആളുകൾ കമന്റ് ഇടുന്നത് പോലെ തന്നെ ഈ പയ്യൻ അവിടെ യാതൊരു തരത്തിലുള്ള റോളും ഇല്ലാത്തത് പോലെ തോന്നിപ്പോകുന്നു. മിണ്ടാൻ പറ്റാത്ത ഒരു പാവത്തിനെ പോലെ അവിടെ അടങ്ങി ഒതുങ്ങി നിൽക്കുന്ന ഒരു ടൈപ്പ്, അല്ലെങ്കിൽ ഒന്നിനും മറുപടി കൊടുക്കാനോ ഒരു സജഷൻ പറയാനോ കഴിയാത്ത രീതിയിൽ ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു പ്രകൃതമായിട്ട് തോന്നുന്നു. പിന്നെ നിങ്ങളുടെ താല്പര്യങ്ങളായിട്ട് ആരെ സപ്പോർട്ട് ചെയ്യണം, സപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നുള്ളത്. നമ്മളെ താല്പര്യമുള്ള ആൾക്ക് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും വരെ പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതിലേക്ക് സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.